ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിൽ നമ്മൾ 28 ശ്ലോകങ്ങളാണ് പരിചയപ്പെട്ടത്. 29ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ പൊതുവെ അദ്വൈത വേദാന്തം സംസാരിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഭക്തിയുടെ ചേരുവ പോലെ തോന്നുന്ന ഒരു ശ്ലോകമാണ് അടുത്തത് 29ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. ഗുരു അവിടെ സൂചിപ്പിക്കുന്നത് മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട, വനമലർ കൊയ്ത് മതല്ലയായികിൽ മായാ മനുവരു വിട്ടുമിരിക്കിൽ മായമാറും. അപ്പം ഇവിടെ മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യുക. പൊതുവെ മനുഷ്യന് ഭക്തിയുടെ ഒരു തലമാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിന് ഏകാഗ്രപ്പെടുത്തുവാനും ടെൻഷൻ പെട്ടെന്ന് കുറയ്ക്കുവാനുമൊക്കെ ഉള്ള ഒരു ആശ്രയ കേന്ദ്രമായിട്ടാണ് ഭക്തിയെ കാണുന്നത്. ഇവിടെ ആത്മോപദേശ ശതകത്തിൽ ആത്മാവിനെക്കുറിച്ചുള്ള ഉപദേശങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഭക്തി പ്രധാനമല്ല, മറിച്ച് അറിവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഇത്രമാത്രം സമൂഹത്തിൽ വ്യക്തികൾ ചർച്ച ചെയ്യുമ്പോഴും ഓരോ മതങ്ങളും അനുശാസിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സ് ശുദ്ധമാകണം. ശുദ്ധമായിട്ടുള്ള മനസ്സിൽ മാത്രമേ ശരിക്കുമുള്ള ശാന്തിയും സമാധാനവും ആത്യന്തികമായിട്ടുള്ള സുഖവും ലഭിക്കുകയുള്ളൂ എന്ന് അടിവരയിട്ട് അവരെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മോപദേശ ശതകം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്തതാണ്. അപ്പോൾ മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യാൻ, മഹേശൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്നറിയപ്പെടുന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നുള്ള സങ്കല്പത്തിലുള്ള ഒരു ശിവനല്ല, മംഗള സ്വരൂപനായ ശിവനാണ്. അപ്പം മനസ്സാകുന്ന പുഷ്പത്തെ, മലരിനെ അർപ്പിക്കുക, മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യുക. അപ്പോൾ ഈ മനസ്സ് ആകുന്ന പുഷ്പത്തെ നമ്മൾ ആ മംഗളസ്വരൂപനായിട്ട് നമ്മൾ പൂജ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടേതായിട്ട് പിന്നെ ഒന്നുമില്ല. അതെല്ലാം പിന്നെ ആ ഭഗവാന്റെ ഇച്ഛയ്ക്കാണ്, അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യാൻ നമ്മൾ തയ്യാറല്ലാതാനും. പൊതുവെ ആളുകൾ പറയും താൻ പാതി ദൈവം പാതി. ആ സങ്കല്പം തന്നെ, ആ ഒരു കൺസെപ്റ്റ് തന്നെ തെറ്റാണ്. കാരണം ദൈവത്തെ അല്ലെങ്കിൽ മംഗളസ്വരൂപനായിട്ടുള്ള ശിവനെ ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ കാണാത്ത ഒരു ദൈവത്തെക്കുറിച്ച് എങ്ങനെയാണ് പകുതി ആ ദൈവം ചെയ്തു തരുമെന്ന് പറയാൻ നമുക്കെങ്ങനെ, എന്ത് യുക്തിയാണ് അതിനകത്തുള്ളത്? താൻ പാതി, സ്വന്തമായിട്ട് പകുതി കാര്യങ്ങൾ ചെയ്യുക, ബാക്കി ദൈവം ചെയ്യുമെന്നുള്ള ഒരു മുടന്തൻ ന്യായം, അല്ലെങ്കിൽ ആരോ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ സത്യത്തിൽ അത് ശരിയായിട്ടുള്ള ഒരു നിലപാടല്ല. പരിപൂർണമായും ഗുരു ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ മനസ്സാകുന്ന പുഷ്പം, മനസ്സ് ആണ് മനുഷ്യൻ്റെ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമായി നിൽക്കുന്നത്. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമായി നിൽക്കുന്നത് മനസ്സ് തന്നെയാണെന്നാണ്. അപ്പം മനസ്സിന് കൃത്യമായ അറിവ് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ അത് വലിയൊരു സ്റ്റെപ്പായിരിക്കും. കാരണം നമ്മൾക്ക് പിന്നെ ഈസിയാണ്. പക്ഷേ ആ തലത്തിലേക്ക് പോകുന്നില്ല. മനസ്സിനകത്തുള്ള മുൻവിധികൾ, മനസ്സിൽ തന്നെയാണ് വിശ്വാസങ്ങളും അവിശ്വാസവും ഒക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും വിശ്വാസം
ശരിക്കും അന്ധമാണ്. കാരണം കാണാതെ നമ്മൾ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അത് അന്ധമാണ്. യുക്തിവാദികളായിട്ടുള്ളവരും അതുപോലെ തന്നെ ആധുനികമായിട്ട് ചിന്തിക്കുന്നവരൊക്കെ അവരുടെ യുക്തിക്ക് അനുസരിച്ച് മാത്രമേ അവർ പലതിനെ അംഗീകരിക്കുകയുള്ളൂ എന്നൊരു നിലപാട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവരുടെ യുക്തിയെയും യുക്തിയുക്തി നമ്മൾ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ആ യുക്തിക്കും പ്രത്യേകിച്ച് നിലപാടുകളില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മനസ്സ് നമ്മളെ പലപ്പോഴും കൊണ്ട് അപകടത്തിൽ ചാടിക്കാറുണ്ട്. വളരെ അവെയറായിട്ട്, വളരെ വിജിലൻ്റായി നമ്മൾ ഈ മനസ്സിനെ കാണണമെന്നാണ്. അപ്പോൾ ഈ മനസ്സ് ഒരു പുഷ്പമായിട്ട് ഗുരു കാണുന്നത് അങ്ങനെയാണ്. അതിനെ പരിപൂർണമായിട്ട് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ആത്മസമർപ്പണം, പിന്നെ നമ്മൾക്ക് വേറെ ഒന്നും നമ്മുടേതായിട്ടൊന്നും പറയാനായിട്ട് അവിടെ അവകാശമില്ല. അപ്പം അതുകൊണ്ട് ഗുരു പറയുന്നു, മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യണം. ഈ പരമ്പൊരുളിനെ നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ മനസ്സിനെ പരിപൂർണമായിട്ട് നമ്മൾ അറുത്ത് പൂജ ചെയ്യണം, സമർപ്പിക്കണം. അതായത് സ്വാർത്ഥതകൾ പരിപൂർണമായി വെടിഞ്ഞ് നിൽക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ ലളിതമായി മനോഹരമായി ഗുരു ഉപയോഗിച്ച പദം, പക്ഷെ അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴോ അതിഗഹനമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ച് വേണം നമ്മൾ ഈ ശ്ലോകത്തിൽ ഈ വാക്കുകളിലൂടെ മുന്നോട്ട് പോകാൻ. തീർച്ചയായിട്ടും നമുക്ക് അതിന് ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.